ഷിൻചാൻ ഷിൻചാൻ ഷിൻചാനെ ഷിൻചാൻ. ഈ സമയത്ത് ആരാടാ ഈ കോളി വിളിക്കുന്നേ? ഹലോ. ഞാനാണ് ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടറോ? എന്താ സാറേ? നിന്റെ ഷിൻചാൻ നമ്മളെ കസ്റ്റഡിയിലാണ്. ഷിൻചാനോ? ഷിൻചാൻ എന്ത് ചെയ്തിട്ടാണ്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ പെട്ടെന്ന് സ്റ്റേഷനിലോട്ടേക്ക് വാ. ശരി, വരാം. ഗൈസ്, നമ്മളെ ഷിൻചാനെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അറിയില്ല ഗൈസ് എനിക്ക്. ഇപ്പോൾ പോലീസ് നമ്മളെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി ഒന്ന് നോക്കാം ഗൈസ്. ഓക്കെ സാർ, എന്ത് പറ്റി സാർ? ഷിൻചാൻ എന്ത് ചെയ്തിട്ടാണ് സാർ ഷിൻചാനെ പിടിച്ചിരിക്കുന്നത്? സാർ, സാർ ഇങ്ങോട്ട്. പറ സാർ. സാർ പറ, എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ഷിൻചാനെ പിടിച്ചിരിക്കുന്നത്? ഇയാളെന്തോടോ മുഖം തിരിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട്. ഓക്കെ, പറഞ്ഞോ സാർ. എന്ത് ചെയ്തിട്ടാണ് നമ്മളെ ഷിൻചാനെ പിടിച്ചിരിക്കുന്നത്? അപ്പൊ നിന്റെ ഷിൻചാനെ വിട്ടു തരണമെങ്കിൽ നീ കുറച്ച് ടാസ്ക് ചെയ്യണം. സാർ എന്ത് കണ്ടിട്ടാണ്? അതൊക്കെ അങ്ങനെയാണ്. പറ, എന്താ ടാസ്ക്? ഈ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബർ ഒക്കെ കുറവാണ്. അപ്പൊ നിന്റെ വ്യൂവേഴ്സിനോട് പറ സബ്സ്ക്രൈബ് ചെയ്യാൻ. അതൊക്കെ എനിക്കും വേണം സാറേ. അപ്പൊ ഗൈസ്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അത് മാത്രം പോരാ, ലൈക്കും വേണം. എന്നാൽ നിങ്ങൾ ലൈക്കും കൂടി ചെയ്തേക്കട്ടോ. മതിയില്ലേ സാർ? ഇനി ആ ഷിൻചാനെ വിട്ടേക്ക്. പോരാ. ഈ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ മെയിൻ ആയിട്ട് വിളിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷിൻചാനെ കസ്റ്റഡിയിലും കൂടി എടുത്തത്. എന്ത് ടാസ്ക് ആണ്? ഇത് നിനക്ക് മാത്രമേ ഇത് പറ്റൂ. അത്രക്കും വലിയ ടാസ്കോ? എന്നാ പറയാം. ടാസ്ക് എന്താന്ന് വെച്ചാൽ, എയർപോർട്ടിൽ ഒരു പ്ലെയിനിൽ ഒരു ഹൈജാക്കർ ഒരു ബോംബ് വെച്ചിട്ടുണ്ട്. അപ്പം നീ അത് ഡിഫ്യൂസ് ചെയ്യണം. എനിക്ക് പറ്റുമെന്ന് അറിയാം. ഓക്കെ, അപ്പം അത് ഞാൻ ശരിയാക്കിയിട്ട് വരാം സാർ. ഓൾ ദ ബെസ്റ്റ്. അതിനു മുമ്പ് ഞാൻ ഷിൻചാനെ കണ്ടിട്ട് വരട്ടെ. എടാ ഷിൻചാനെ. ചേട്ടാ, എന്നെ വരെ പിടിച്ചു ചേട്ടാ. എടാ നീ വിഷമിക്കില്ലടാ, ഞാനില്ലേ നിന്നെ പെട്ടെന്ന് ഇറക്കി തരാം കേട്ടോ. സാറേ, പോയിട്ട് വരാം സാർ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ തന്നെ വേണോ ഗൈസ്? നമ്മൾ ആരാണ് ഈ സിറ്റിയിലെ? ഗൈസ്, നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൈജാക്കർ ഇതാ ഇവിടെ ആകെ 2 പ്ലെയിനിലുള്ളൂ ഗൈസ്. ഈ 2 പ്ലെയിനിൽ ഏതെങ്കിലും ഒരു പ്ലെയിനിലായിരിക്കില്ലേ വെച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഏത് പ്ലെയിനാണെന്ന് ഇവിടെ നിന്ന് നോക്കാം. ഓക്കെ, നമ്മൾ 1ാമത്തെ പ്ലെയിനിൽ എനിക്ക് കാണാനൊന്നും പറ്റുന്നില്ല. അപ്പം നമുക്ക് സമയമൊന്നുമില്ല ഗൈസ്, കാരണം പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കണ്ടേ. ടൈം ബോംബാണ്. പെട്ടെന്ന് നമുക്ക് ഇത് സോൾവ് ആക്കണം ഗൈസ്. അപ്പം നമ്മൾ 1ാമത്തെ പ്ലെയിനിലില്ല. ഓക്കെ, 2ാമത്തെ പ്ലെയിൻ നോക്കാം ഗൈസ് പെട്ടെന്ന്. ഓക്കെ, ഇവിടെ നല്ലാന്ന് തോന്നുന്നു ഗൈസ്. എവിടെയാടാ പറഞ്ഞിട്ടുള്ളത്? നമുക്കുണ്ടല്ലോ ഈ എയർപോർട്ട് മുഴുവൻ ഒന്ന് ചുറ്റി കണ്ടു വരാം ഗൈസ്. ഇവിടെ ഒക്കെ പ്ലെയിൻ ഉണ്ട് ഗൈസ്. ഞാൻ ഇതൊന്ന് നോക്കട്ടെ. ഈ പ്ലെയിനിൽ ഇല്ല ഗൈസ്. അപ്പൊ ഏത് പ്ലെയിനിലാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്? നമുക്കിതാ ഒരു പ്ലെയിനിൽ ഒരു ബോംബും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഇനിയിപ്പോൾ ഈ എയർപോർട്ട് അല്ലേ, വേറെ ഏതെങ്കിലും എയർപോർട്ടാണോ? എവിടെയാന്ന് മനസ്സിലാ ഗൈസ്. ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട് ഗൈസ്. അതിലൊരു ബോംബുണ്ട്. ഇതാ ഇവിടെ ബോംബുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, ഇതെങ്ങനെ ഇപ്പോൾ ഡിഫ്യൂസ് ആക്കാം? സോ ഗൈസ്, നിങ്ങളൊന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യ്. എന്നാൽ മാത്രമേ എനിക്കിത് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റൂ. പെട്ടെന്ന് ചെയ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ പ്ലെയിനിലെ ടൈം ബോംബ് നമ്മൾ ഡിഫ്യൂസ് ആക്കിയിട്ടുണ്ട്. താങ്ക് യു ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തുകൊണ്ടാണ് നമുക്കിത് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഗൈസ്. ഓക്കെ, പെട്ടെന്ന് പോയി നമ്മളെ ഷിൻചാനെ രക്ഷിക്കണം ഗൈസ്. സാർ, ഞാൻ ആ മിഷൻ കംപ്ലീറ്റ് ആക്കി. ഞങ്ങൾക്ക് കണ്ടു. കൺഗ്രാറ്റുലേഷൻ. അതൊക്കെ ബയ്യ പറയാം. എനിക്കിപ്പോ താക്കോലിയാ, ഞാൻ മോചിപ്പിക്കട്ടെ നമ്മളെ ഷിൻചാനെ. ഞാൻ എന്നെ രക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ തുറന്നുതരാം, ഇപ്പൊ തരാം. ഓക്കെ, പെട്ടെന്ന് വാ ഷിൻചാൻ. സാർ, താങ്ക് യു സാർ. വാ ഷിൻചാൻ, നമുക്ക് പോവാം.